ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഭീകരർ പഹൽഗാമിലെത്തിയെന്ന എൻഐഎ. ഏപ്രിൽ 15-ന് ഭീകരർ പഹൽഗാമിലെത്തിയെന്നാണ് വിലയിരുത്തൽ. പഹൽഗാമിലെ 4 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. തുടർന്ന് ബൈസൺ വാലി ആക്രമണത്തിന് തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നാണ് സൂചന. ആക്രമണത്തിന് 2 ദിവസം മുൻപ് ഭീകരർ ബൈസണിലെത്തിയെന്ന് എൻഐഎ സ്ഥിരീകരിക്കുന്നു. ഇവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. പ്രദേശവാസികൾ ഭീകരരെ നേരത്തെ കണ്ടതായി മൊഴി നൽകിയെന്നും സൂചനയുണ്ട്. അരു താഴ്വര, അമ്യൂസ്മെന്റ് പാർക്ക്, ബേതാബ് താഴ്വര എന്നിവയും തീവ്രവാദികളുടെ നിരീക്ഷണത്തിലായിരുന്നു. എന്നാൽ ഈ മേഖലകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയത് ഭീകരരെ അവിടെ നിന്നും ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചതായി എൻഐഎ വൃത്തങ്ങൾ പറയുന്നു. ആക്രമണത്തിന് മുൻപുള്ള ഘട്ടത്തിൽ മേഖലയിൽ 3 സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചതിനെക്കുറിച്ചുള്ള തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ 2 എണ്ണത്തിൽ നിന്നുള്ള സിഗ്നലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട എൻഐഎയും രഹസ്യാന്വേഷണ ഏജൻസികളും ഇതുവരെ 2500-ലധികം പേരെ ചോദ്യം ചെയ്തു. 186 പേരെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. അതേസമയം ഭീകരർക്കായി സുരക്ഷാസേന ദക്ഷിണ കാശ്മീർ അരിച്ചുപെറുക്കുകയാണ്. പഹൽഗാം ഉൾപ്പെടുന്ന അനന്ത്നാഗ്, കുൽഗാം അടക്കമുള്ള ജില്ലകളിലാണ് പാക് ഭീകരരെയും തദ്ദേശീയരായ സഹായികളെയും തിരയുന്നത്. സേനയും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായാണ് വിവിധയിടങ്ങളിൽ തിരച്ചിൽ തുടരുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.